ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണേ. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് അതിന് നല്ലൊരു മണം വരില്ലേ അതുവരെ ഒന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഗോതമ്പ് പൊടിയുടെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏത് എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം കുറച്ചായിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. ഇനി ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് നോക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കുഴച്ചെടുത്തിരിക്കുന്ന മാവ് ഉള്ളം കയ്യിൽ വെച്ച് നമ്മളതിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടായിട്ട് നിൽക്കുകയും വേണം. അതേസമയം ഉടച്ച് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയായിട്ട് പോവുകയും വേണം. അതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഇതൊരു പാത്രം ഇട്ട് അടച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് കറക്കിയെടുക്കണം. ഇതിപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് എത്ര തന്നെ കുഴച്ചെടുത്താലും അതിൽ കുറച്ച് വലിയ കട്ടകളുണ്ടാവും. അരിപ്പൊടി പോലെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത്. ഇതാണ് കേട്ടോ പാകത്തിനുള്ള പരുവം. പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവിയേറ്റി എടുക്കുക വേണ്ടുള്ളൂ. പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പുട്ടും കുറ്റി ചില്ലക്കെട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നാളികേരം ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടയ്ക്ക് ഒരേ പ്രാവശ്യം മാത്രമാണ് ചേർക്കുന്നുള്ളൂ. വീണ്ടും ഈ പൊടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ നാളികേരം വെച്ച് തന്നെ ഫിനിഷ് ചെയ്യുകയാണ്. ഈ സമയം കൊണ്ട് ഞാനൊരു പുട്ടും പാനയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഈ പുട്ടും കുഴലിൽ മേലെ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കുക. അത് ആവി കണ്ടോ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ലൊരു മണം വരാൻ തുടങ്ങും. അതുവരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 4-5 മിനിറ്റ് മതിയാവും കേട്ടോ. ഇതേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഗോതമ്പ് പുട്ട് നമ്മൾ ഇടയ്ക്ക് മിക്സിയുടെ ചാറിലിട്ടൊന്ന് അടിച്ചല്ലോ. അതുകൊണ്ടാണ് ഇത് കാണാൻ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതേസമയം നമ്മൾ കൈകൊണ്ട് കുഴച്ചിട്ട് നേരെ ആവി കയറ്റി എടുക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ലായിരുന്നു. ഇതിനി ഒരുപാട് നേരം വെച്ചാലും അങ്ങനെ ഹാർഡായി പോകുമൊന്നുമില്ല കേട്ടോ. ഈ ചാനലിൽ ഇടുന്ന ഇതുപോലത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.